ഹലോ ഹായ് നമസ്കാരം ഞാൻ ദേവിക വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവ് ബസ്റ്റ്. ഓക്കെ, സോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. 5 ന്യൂ ഹാബിറ്റ്സ് ഫോർ 2025. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്ത 5 ന്യൂ ഹാബിറ്റ്സ് ആണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇത് ഞാൻ ഒറ്റയടിക്ക് ചെയ്യാൻ പോകുന്നൊരു ഹാബിറ്റ്സ് ഒന്നുമല്ല. 2025ലേക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് ഒരു കാരണമുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ 1 വീക്കായിട്ട് ഇത് ട്രയൽ ചെയ്ത് നോക്കി, ഇത് വർക്ക് ചെയ്യുമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ അവർ ഫസ്റ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഡ്രിങ്ക് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് വാട്ടർ. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ത്രൂ ഔട്ട് ദ ഇയർ ചെയ്യണം. അതാണ്. മാത്രമല്ല, രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കുറച്ച് ലൈം ജ്യൂസ് ആഡ് ചെയ്തിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഞാൻ 1 വീക്കായിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ഫീൽ ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു എനർജിയാണ് രാവിലെ ഈ ലൈം വാട്ടർ കുടിക്കുക എന്ന് വെച്ചാൽ. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ബൂസ്റ്റ് മെറ്റബോളിസം ആൻഡ് റീഹൈഡ്രേറ്റ്സ് യുവർ ബോഡി ആഫ്റ്റർ സ്ലീപ്പ്. സോ നമ്മുടെ ഫസ്റ്റ് ഹാബിറ്റ് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക. മൂവിങ് ഓൺ ടു അവർ സെക്കൻഡ് ഹാബിറ്റ്, മോർണിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് ഞാനിതിന് പേരിട്ടേക്കുന്നത്. ഇറ്റ്സ് നത്തിങ്, ഇറ്റ്സ് ജസ്റ്റ് ജേർണലിംഗ് ആണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 2 to 5 minutes നമ്മൾ ജേർണൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്, വാട്ട് യു ഫീൽ, അതുപോലെ വാട്ട് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ. നമുക്ക് ഇത്രയും കഴിഞ്ഞ ഒരാഴ്ചയിൽ നമുക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നിയ കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്ലാൻ ദ ഹോൾ ഡേ, അന്നത്തെ ഒരു ദിവസം മൊത്തം പ്ലാൻ ചെയ്യുക. ദിസ് ആക്ച്വലി സെറ്റ്സ് എ പോസിറ്റീവ് ടോൺ ഫോർ ദ ഹോൾ ഡേ. സോ ജേർണലിംഗ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് ഇൻക്ലൂഡ് ചെയ്ത് നോക്കുക. യു വിൽ സീ ദ ചേഞ്ച്. ഓൾമോസ്റ്റ് ഒരു 5 to 8 ഇയേഴ്സിനിടയിൽ ഞാൻ ജേർണലിംഗ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ വീണ്ടും ജേർണലിംഗ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഇറ്റ്സ് ഹെൽപ്പിംഗ് മീ എ ലോട്ട്. സോ നിങ്ങളും ദയവ് ചെയ്ത് നിങ്ങൾ ജേർണലിംഗ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജേർണലിംഗ് ചെയ്യാനൊക്കെ മടിയുള്ളവരാണെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 2 to 5 minutes ഇരുന്നിട്ട് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുന്ന എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനൊക്കെയാണ് ഗ്രേറ്റ്ഫുൾ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി. ഇൻ കേസ് ഇഫ് യു ഗൈസ് ആർ നോട്ട് willing to write about it, you know. So third habit എന്ന് പറയുന്നത് ഡെയിലി മൂവ്മെൻറ്റ്. ഒരു 20 to 30 minutes മൂവ്മെൻറ്റ് ഡെയിലി ഉണ്ടാവാൻ ശ്രമിക്കുക. ഇത് എല്ലാവരും എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരായിരിക്കാം, ചെയ്യാത്തവരും ഉണ്ട്. കാരണം ഞാൻ ചെയ്തിരുന്ന ഒരാളായിരുന്നില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു മൂഡ് വരുമ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്നല്ലാണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ ഒരു ഫിസിക്കലി എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് കൊടുക്കുന്ന ഒരാളല്ല. ലൈക്ക് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു എക്സർസൈസ് അല്ലെങ്കിൽ ജിമ്മ് അങ്ങനെ ഒന്നും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാറില്ല. എല്ലാ പ്രാവശ്യവും വിചാരിക്കും ചെയ്യണം, പക്ഷെ ഒരിക്കലും ചെയ്യാറില്ല. പക്ഷേ എൻ്റെ ജോബിൽ കുറച്ചും കൂടി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉള്ളൊരു ജോബാണ്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് അത് മതി, എനിക്ക് ആവശ്യത്തിന് ബോഡി മൂവ്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്. ബട്ട് അങ്ങനല്ല. നമുക്ക് ഡെയിലി നമ്മുടെ ലൈഫിൽ ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ്, ഒരു 20 to 30 minutes കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു മൂവ്മെൻറ്റ് ഉള്ളത് വളരെ നല്ലതാണ്. ഇപ്പോൾ രാവിലെ എണീക്കുമ്പം നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് ജിമ്മിൽ പോകണമെങ്കിൽ ജിം സ്റ്റാർട്ട് ചെയ്യുക. സോ അറ്റ്ലീസ്റ്റ് ഒരു 20 to 30 minutes ഫിസിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കണം. സോ ഇങ്ങനെ ഡെയിലി ഒരു മൂവ്മെൻറ്റ് ഒരു 20 to 30 minutes ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ് എൻഹാൻസസ് യുവർ മൂഡ്, എനർജി ആൻഡ് യുവർ ഓവറോൾ ഹെൽത്ത്. സോ അതുകൊണ്ട് ഡെയിലി മൂവ്മെൻറ്റ്സ് മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. ഇനി നാലാമത്തെ അഥവാ ഫോർത്ത് ഹാബിറ്റ് എന്ന് പറയുന്നത് റീഡ് ഫോർ 10 minutes ഡെയിലി. ഇത് ഞാൻ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തൊരു ഹാബിറ്റാണ്. ഞാൻ വളരെയധികം ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും. അത് കഴിഞ്ഞ് ഞാൻ ബുക്കൊന്നും വായിക്കാറില്ല. ജോലിക്കൊക്കെ കയറി കഴിഞ്ഞ് ബുക്ക് വായിക്കൽ വളരെ കുറവാണ്. ബുക്സൊക്കെ വാങ്ങിക്കും, പക്ഷെ വാങ്ങിക്കുമെങ്കിലും വായിക്കാറില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ബുക്ക് വീണ്ടും വായിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചു, രാത്രി കിടക്കുന്നതിന് ഒരു 10 minutes മുമ്പ് വായിക്കുവാണെങ്കിൽ എനിക്കത് ഒരുപാട് ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നി. ഇറ്റ് മൈറ്റ് ഇൻഡ്യൂസസ് സ്ലീപ്പ്. ബിക്കോസ് ഞാൻ രാത്രിയിൽ ഫോണും പിടിച്ചിരിക്കുമ്പോഴത്തേക്കും റീൽസ് സ്ക്രോൾ ചെയ്ത് എൻ്റെ ഒരു ഉറക്കം എന്ന് പറയുന്നത് 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും. സോ അതിന് പകരം ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 10 minutes വായിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങിയും പോവുകയും ചെയ്യും. ഫോൺ യൂസ് ചെയ്യുന്ന ആ ഒരു സമയവും കുറഞ്ഞിട്ടു. സോ ഇറ്റ് ഹെൽപ്സ് ടു ഗെറ്റ് നോളജ്, ഇംപ്രൂവ്സ് വെക്കാബുലറി ആൻഡ് റെഡ്യൂസസ് സ്ക്രീൻ ടൈം. സോ ഫിഫ്ത്ത് അല്ലെങ്കിൽ ലാസ്റ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഡീക്ലട്ടർ ഫോർ 5 minutes. നമ്മുടെ വീട്ടിലെ എല്ലാ ദിവസവും ഒരു 5 minutes ഏതെങ്കിലും ഒരു ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡ്രസ്സർ ഞാൻ കണ്ടു, അപ്പോൾ ഡ്രസ്സർ ഇന്ന് എന്നാൽ ഡ്രസ്സർ ഒരു 5 minutes 10 minutes എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ മൈക്രോവേവ് കാണുവാണ് കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്ക്, അപ്പോൾ മൈക്രോവേവ് ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യുക. ഒരു ഡീപ്പ് ക്ലീനിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്താലും മതി. പക്ഷെ ഡെയിലി നമ്മളങ്ങനെ ഓരോ സ്മോൾ ഏരിയാസ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഫുൾ വീട്
വൃത്തിയാക്കി വെക്കാൻ പറ്റും. This habit will create a more organized environment and also it reduces mental clutter. So definitely നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. It actually works. ഞാൻ ഇത് ട്രൈ ചെയ്തത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ 5 ന്യൂ ഹാബിറ്റ്സ് ഫോർ 2025. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 5 ഹാബിറ്റ്സ് മാത്രമല്ല, ഇതിൽ കൂടുതൽ ഹാബിറ്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ ഞാൻ എളുപ്പത്തിന് ഒരു 5 ഹാബിറ്റ്സ് പറഞ്ഞതേ ഉള്ളൂ. ഈ 5 ഹാബിറ്റ്സും ഞാൻ കഴിഞ്ഞ ആഴ്ച ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇറ്റ് റിയലി വർക്ക്ഡ് ഫോർ മീ. ഐ ഹോപ്പ് ഇറ്റ് വർക്ക്സ് ഫോർ യു ഗൈസ് ടു. സോ 2025 ഒത്തിരി ഹോപ്സും ഡ്രീംസും ഉള്ളവരാണ് നമ്മളെല്ലാവരും. അതെല്ലാം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആൻഡ് ഇഫ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ദാറ്റ്സ് ഇറ്റ്. Thank you so much for watching. Bye bye. Living life every day, late at night, not okay.